ദുനിയാവിൽ ചില ദിവസങ്ങളുണ്ടോ, ദുനിയാവിലെ റഹ്മാനായ റബ്ബ് നമുക്ക് കണക്കാക്കി തന്ന, നമ്മുടെ ആയുസ്സിൽ കണക്കാക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ അത് ഈ 10 ദിവസങ്ങളാണ് എന്നാണ്. അപ്പൊ റമളാനോ എന്ന് നമ്മൾ ചോദിക്കുമായിരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ നേരത്തെ കൊടുത്ത മറുപടി, റമളാനിന്റെ പോരിശ് ശരിക്ക് രാത്രി കാലങ്ങൾക്കാണ് അതിന്റെ പോരിശ് കൂടുക. പക്ഷെ പകലുകളെ എടുത്ത് നോക്കുമ്പോൾ റമളാനിന്റെ പകലുകളെക്കാൾ ശ്രേഷ്ഠത ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസത്തെ പകലുകൾക്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമളാൻ വരുമ്പോൾ നമ്മളൊക്കെ ഓട്ടോമാറ്റിക്കലി പലതും ചെയ്തിട്ടുണ്ട്. ആ ഒരു പോരിശ് നമ്മുടെ മനസ്സിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. അതിനൊക്കെ മഹത്വം നൽകിയ റഹ്മാനായ റബ്ബ് തന്നെയാണ് ഇതിന് മഹത്വം നൽകിയത്. പക്ഷെ നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല എന്നൊരു സംഗതിയുള്ളൂ. ആ നോമ്പിന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ട് പിന്നെ ബാക്കിയുള്ള അമലുകൾ കൂടെ ഹയാത്താക്കി പോകുന്നതാണ്. പക്ഷെ നമ്മൾക്കത് നിർബന്ധമാക്കി തന്നിട്ടില്ല എങ്കിലും ഇതൊക്കെ ഒരു നിർബന്ധ സ്വരത്തിൽ തന്നെ നമ്മൾ ആ ഒരു കാര്യത്തെ ഏറ്റെടുക്കാൻ കഴിയണമെന്നാണ്. അതുകൊണ്ട് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിവസത്തിന് അള്ളാഹു നമുക്ക് കണക്കാക്കിയ ദിവസങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസങ്ങൾ ഇതായതുകൊണ്ട് തന്നെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മവും ഈ ദിവസത്തിൽ നാം നിർവഹിക്കലാണ് എന്നാണ്. അപ്പൊ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിന് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇഷ്ടപ്പെടുത്താൻ, റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ അവസരത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ, വേറൊരു ദിവസവുമില്ല, ഈ ദിവസത്തെ കുറിച്ച് വേറൊരു ദിവസമല്ല, അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന അമൽ സ്വാലിഹാത്തുകളെക്കാൾ റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു ദിവസം ഇനി വരാനില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ, നമ്മൾ റഹ്മാനായ റബ്ബിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും കാര്യപ്പെട്ട അമലുകൾ സമർപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് നോക്കി നിൽക്കുന്ന ദിവസമാണ് ഇത് എന്നാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർമ്മങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഉന്നതമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണെന്നാണ്. ഉന്നതമായ പ്രതിഫലം നോക്കൂ നിങ്ങൾ, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅലമ അജ്റാ മിൻ ഖൈറിൻ യഅമലുഹു ഫി അശ്റിൽ അദ്ഹാ. ഈ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന അമലുകൾക്കാണ് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥാനവും ഉന്നതമായ പ്രതിഫലം നൽകുന്നത് എന്നാണ്. അപ്പൊ ഈ ദിവസങ്ങൾക്ക് മുൻപ് നാം സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവും, അന്ന് നമുക്ക് കിട്ടിയൊരു പ്രതിഫലം ഉണ്ടാവും. അതല്ല ഈ ദിവസങ്ങളിൽ സുബഹിക്ക് കിട്ടുക, അതല്ല ഈ ദിവസത്തിലെ ളുഹറിന് കിട്ടുക, മുൻപുള്ള പ്രതിഫലമല്ല ഈ ദിവസങ്ങളിലെ അസ്റിനും മഗ്രിബിനും ഇശാഇനും നിർബന്ധ നിസ്കാരങ്ങൾക്ക് മാത്രമല്ല. എന്തൊരു നന്മ നമ്മൾ ചെയ്താലും മുൻപ് എത്രയാണോ നമുക്ക് കിട്ടിയത് അതിനേക്കാൾ ഇരട്ടിയോ ഉന്നതമായ പ്രതിഫലം റഹ്മാനായ റബ്ബ് തരാമെന്ന് ഓഫർ നൽകപ്പെട്ട സമയത്തിലും സന്ദർഭത്തിലുമാണ് സുഹൃത്തുക്കളെ നമ്മളുള്ളത്. അപ്പൊ സ്വാഭാവികമായി കൂടെ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇത്രയേറെ പ്രതിഫലവും ഇത്രയേറെ പോരിശും ഈ ദിവസങ്ങൾക്ക് പടച്ചു കണക്കാക്കിയിട്ടുള്ളത്? അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ വളരെ ചിന്തനീയമായ മറുപടി എന്താണെന്നറിയോ? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വല്ലദി യൽഹറു അന്ന السبب في امتياز عشر ذي الحجة لمكان اجتماع امهات العبادة فيه. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മഹാത്തുൽ ഇബാദ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം വരുന്നത് ഈ ദിവസങ്ങളിലാണ് എന്നാണ്. ഈ ദിവസങ്ങളിലാണ് എന്ന ഏതാത് വഹിയ അസ്സലാത്തു, ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താ? നിസ്കാരമുണ്ട്, വസ്സിയാം നോമ്പുണ്ട്, വസ്സദഖ സദഖയുണ്ട്, വൽ ഹജ്ജു ഹജ്ജുമുണ്ട് എന്ന. റമദാനിലോ ഹജ്ജില്ല, ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഹജ്ജും കൂടെ ചേർന്ന് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗ കവാടങ്ങൾ നമുക്ക് തുറന്നു തരുന്ന, നമ്മളെ സ്വർഗാവകാശിയാക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അമലുകളും ഒരുമിച്ച് വരുന്നത് ഈ ദിവസങ്ങളിൽ മാത്രമാണ്. വലാ യഅതി ദാലിക ഫീ ഗൈരിഹി, മറ്റൊരു ദിവസങ്ങളിലും ഈ പറയപ്പെട്ട പോരിശയില്ല എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കർമ്മങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമുക്ക് വേണ്ടി റഹ്മാനായ റബ്ബ് ഒരുങ്ങി നിൽക്കുന്ന ദിനരാത്രങ്ങളിലേക്കാണ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാനും നിങ്ങളും ബാക്കിയായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നുമില്ല, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. റബ്ബിലേക്ക് നമുക്ക് അടുക്കള ഏറ്റവും വലിയ മാർഗം എന്താ? നിങ്ങളെല്ലാവരും ഞാൻ മറുപടി പറയണം. എന്താ? ഫർലാക്കിയ കാര്യങ്ങൾ വെടുപ്പ് വൃത്തിയോടെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഫർലാക്കിയ കർമ്മങ്ങൾ അത് പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിർവഹിക്കലാണ് ഈ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതുകൊണ്ട് അതിൽ വീഴ്ച വരുത്തിയിട്ട് വേറെ സുന്നത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഫർള് ജമാഅത്തിനൊന്നും വലിയ പ്രിഫറൻസ് ഒന്നും കൊടുക്കൂല, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഉഷാറാണ്, സദഖൊക്കെ ഒരുപാട് കൊടുക്കണം. പക്ഷെ നിർബന്ധ നിസ്കാരത്തിന് നിർബന്ധമായ കാര്യങ്ങൾക്കും ഓനെപ്പോഴും സക്കാത്ത് കൊടുക്കെങ്കിൽ ബാക്കിയാണ്, പിന്നെ കുറെ സദഖ കൊടുത്തിട്ട് എന്താ കാര്യം? അതിലല്ല കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിർബന്ധമായ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, നിർവഹിക്കുന്നതൊക്കെയും പരമാവധി മനോഹരമായി നിർവഹിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത് എന്നതാണ്.
അതുകൊണ്ട് നിർബന്ധമായ നിസ്കാരങ്ങൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. നിർബന്ധമാക്കിയ എല്ലാ കർമ്മങ്ങളും വളരെ പങ്ക്ച്വലായിക്കൂടെ നിർവഹിക്കുക. പ്രത്യേകിച്ചും സഹോദരിമാർ നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നോമ്പാണ്, നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന നോമ്പാണ്. നേരത്തെ പറഞ്ഞ പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അധികരിപ്പിച്ചോളൂ. എത്ര കണ്ട് സുജൂദുകൾ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നിർവഹിക്കുക, അല്ലെ? തറാവീഹ് എന്നൊരു പോരിശയോടുകൂടെ നിസ്കാരം ഇല്ലാന്നേ ഉള്ളൂ. രാത്രി നിസ്കാരം നിർവഹിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾക്കിങ്ങനെ പേഴ്സണലായിട്ട് നമുക്കിങ്ങനെ വ്യക്തിപരമായി വിട്ടു നിൽക്കണം. എത്രത്തോളം അധ്വാനിക്കുന്ന പടച്ചു നോക്കാൻ വേണ്ടി തന്നെയാണ് സുഹൃത്തുക്കളെ. മറ്റെന്താ ഞങ്ങള് റമദാനാകുമ്പോൾ ഒരു ഒഴുക്കാണ്, അതങ്ങനെ നടക്കും എല്ലാവരും പോലെ കൂടുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഇതിന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി ഒരുങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്നതിൽ നമ്മൾക്ക് ആർക്കും ഒരു ഓർമ്മക്കുറവ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം നോമ്പ് തന്നെയാണ്. ഇപ്പൊ നോമ്പിന്റെ വിഷയം പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു വേണമെങ്കിൽ ആദ്യത്തെ 9 ദിവസം നോമ്പ് വെക്കാമെന്നാണ്. 9 ദിവസവും ഒരാൾക്ക് വേണമെങ്കിൽ എന്താക്കാം നോമ്പ് നോക്കാം. അതിന് സാഹചര്യം ഉള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും. സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നോക്കാൻ കഴിയുമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്ത് ദീർഘദൂര യാത്രകളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് ഈ ഒരു സമയം എന്നത് മഴയൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യമാണ്. നോമ്പ് നോക്കാൻ വലിയൊരു ക്ഷീണമൊന്നും ഇല്ലാത്ത, ക്ഷീണവും തളർച്ചയൊന്നും വലിയതായിക്കൊണ്ട് അനുഭവപ്പെടാൻ സാധ്യതയില്ലാത്ത ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് സാഹചര്യമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ 9 ദിവസം നോമ്പ് നോൽക്കണം എന്നൊരു പ്രതിജ്ഞയിലേക്ക് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്താ പോരിശ നോക്കൂ നിങ്ങൾ, ഒരു ദിവസം അള്ളാന്റെ മാർഗ്ഗത്തിൽ നോമ്പ് നോറ്റ് അതിന്റെ പ്രതിഫലം നമ്മൾ അറിയും. അത് റമദാൻ വിഷയത്തിൽ മാത്രമുള്ള കാര്യമില്ല, അല്ലേ? മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ദാലിക വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. 70 വഴി ദൂരത്തേക്കാണ് നമ്മുടെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് മാറ്റാൻ പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ അടുത്തൊരു റമദാനിലേക്ക് നമ്മളൊക്കെ ബാക്കിയാകുമെന്ന് ആര് കണ്ടു? അതുകൊണ്ട് എന്താ അറിയോ, ഈ ഒരു ദിവസത്തെ പരമാവധി ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ കഴിയുന്നത് പോലെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. 9ാമത്തെ ദിവസം അറഫന്റെ അന്നത്തെ നോമ്പ് ആരും ഉപേക്ഷിക്കരുത് ഇൻഷാ അല്ലാഹ്. അത് ഹാജിമാർ അറഫയിൽ നിൽക്കണം അന്നല്ല, പല ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഹാജിമാർക്ക് ഐക്യദാർഢ്യം എന്ന നിലക്ക് നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്കെന്നാണോ ദുൽഹിജ്ജ 9 അന്ന് നമ്മൾ എന്താക്കുക, നോമ്പ് നോൽക്കുക. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞ അറിയാനെ കുറിച്ചിട്ട് അല്ലാഹു റസൂൽ പറയും യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ. മുൻ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു തരാമെന്ന് ഓഫർ നൽകിയ വല്ലാത്തൊരു ദിവസമാണ് സുഹൃത്തുക്കളെ അത്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ചയാണ് നമുക്ക് നോമ്പ്. അന്നത്തെ ദിവസം നോമ്പ് നോൽക്കും ഞാൻ എന്നൊരു പ്രതിജ്ഞ ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകും. 2 വർഷം ജീവിച്ചിട്ടില്ല നമ്മൾ. ഒരു പക്ഷേ നോമ്പ് നോക്കി നമ്മൾ നാളെ മരിക്കുകയാണെങ്കിൽ, നോമ്പ് നോറ്റ പിറ്റേ ദിവസം നമ്മൾ മരിക്കുകയാണെങ്കിൽ 1 വർഷത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ വരാൻ പോകുന്ന പാപങ്ങൾ നമ്മൾ കഴുകിക്കളയാൻ മാത്രം നമ്മളെ പര്യാപ്തമാക്കുന്ന ആ ഒരു ദിവസത്തെ സുഹൃത്തുക്കളെ ഓർമ്മയിൽ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 3ാമത്തെ കാര്യം അല്ലാഹു റസൂൽ പ്രത്യേകം പറഞ്ഞു ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. പിന്നെ നമുക്ക് നിർവഹിക്കുന്നത് അതാണ്. ഒന്നുമില്ല, ഇരുന്നിരിപ്പിൽ, കടന്ന കടപ്പിൽ, നടക്കുന്ന നടത്തത്തിലൊക്കെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യം. ബാത്റൂമിലല്ലാത്ത ഏത് സമയത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന സംഗതിയാണ് അദ്കാറുകൾ, അല്ലെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തൊരാരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് എന്താ അറിയോ, അത് നമ്മൾ പരമാവധി നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പോലും തക്ബീറുകൾ ചൊല്ലി പോകാറുണ്ടായിരുന്നു എന്നാണ്. തക്ബീർ ചൊല്ലാൻ മാസം കാത്തിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ ചൊല്ലി തുടങ്ങാമെന്നൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. അതേപോലെ 4ാമതായിക്കൊണ്ട് സുഹൃത്തുക്കൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണം. റമദാൻ കഴിഞ്ഞിട്ട് എവിടെ എത്തി നമ്മുടെ പാരായണം? ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ, എവിടെ എത്തിക്കണം നമ്മുടെ പാരായണം? അത് പിന്നെ മറിഞ്ഞോ? അന്ന് അടഞ്ഞ സാധനം പിന്നെ തുറന്നോ? നമ്മൾ പിന്നെ പരിപൂർണമായിക്കൊണ്ട് നമ്മൾ 1 മാസം 2 മാസം കഴിഞ്ഞു. ഇനിയിപ്പോ അന്നത്തെ പോലെ പിന്നെ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ പകുതിക്ക് പകുതി വെച്ചിട്ട് 1/4 ഭാഗമെങ്കിലും ഫിനിഷ് ചെയ്യുന്ന സമയമായി, അല്ലെ? ഓതി എത്തിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്തെങ്കിലും താളപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ തിരിച്ചു പിടിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് റമദാനിൽ നാം കണ്ടൊരു കണിശത ഉണ്ടല്ലോ. എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടും അപ്പൊ നമ്മൾ മൊബൈൽ തുറന്നിരുന്നു നമ്മൾ, അല്ലെ? ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി, അവിടെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ മെല്ലെ ആ മൊബൈൽ എടുത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയിരുന്നു. അതൊക്കെ ഇനിയും പറ്റും. അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ശൈലിയാക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കൾ, വിശുദ്ധ ഖുർആന്റെ പാരായണം കാര്യമായി നമ്മൾ നടത്തേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ഉള്ളത് എന്നാണ് പറയാനുള്ളത്. 5ാമതായിക്കൊണ്ട് നന്മയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതെല്ലാം ഗഡിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാം. അതിലൊരു ബോധപൂർവമായ ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. മഹാനായ ഇബ്നു മുഫ്ലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അയ്യാമു അശ്രി ദിൽ ഹിജ്ജ കുല്ലിഹാ ശരീഫത്തുൻ മുഫല്ലലത്തുൻ യുദാഅഫുൽ അമലു ഫീഹാ. ഈ ദിവസത്തിലെ എല്ലാ സമയങ്ങളും
കർമ്മങ്ങൾക്ക് വർധനവ് നൽകപ്പെടുന്ന സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമായി കർമ്മങ്ങളിൽ നിരതരാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ട സമയമാണ് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ എത്താത്തവരും ഈ ദിവസങ്ങളിലേക്ക് എത്താത്ത, ഇന്നലകളിൽ മരണപ്പെട്ടവരും എത്തിയ നമ്മളും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് എന്താ അറിയോ, റബ്ബിന്റെ വിലപ്പെട്ട ഓഫറുകളെ ഇരുകൈകളും സ്വീകരിച്ച് കർമ്മവീതിയിൽ ഓടി നടക്കാൻ നമുക്ക് കഴിയണം. സദഖകൾ ഉണ്ടാകണം, നല്ല നല്ല സംസാരങ്ങൾ ഉണ്ടാകണം, അല്ലെ? എന്തൊക്കെ നന്മയുണ്ടോ, നന്മയായി പഠിപ്പിക്കപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ സുഹൃത്തുക്കളെ. ഒരു പുഞ്ചിരിയായിരിക്കാം, ഒരു സുഹൃത്തിനെ ഒരു ചായ വാങ്ങി കൊടുക്കലായിരിക്കാം, അല്ലെ? ദാഹിച്ചു വലന്നു വരുന്ന ഒരു മൃഗത്തിന് ലേശം വെള്ളം കൊടുക്കലായിരിക്കാം, അല്ലെ? ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ. സഹോദര, ഒരു നന്മയെ നമ്മൾ നിസ്സാരവൽക്കരിക്കണ്ട എന്നാണ്. എന്താണോ നമ്മുടെ നന്മയിലേക്ക് എടുത്തു വെക്കാൻ അത് പരമാവധി ചെയ്തോളൂ. ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. അല്ലെ? അത് തൂങ്ങാനുള്ളതാണ് തുലാസ്യം. ആ ഒരു ബോധത്തോട് കൂടെ വീണ് കിട്ടുന്ന ഈ അവസരങ്ങൾ പരമാവധി നന്മകൾ കേൾക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും അനുധാവനം ചെയ്യാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ദിവസങ്ങളെ വെയിറ്റ് ചെയ്തവരായിരുന്നു. റമദാന് മാത്രമല്ല, ഈ ദിവസങ്ങളൊക്കെ അവർ വെയിറ്റ് ചെയ്തിരുന്നു. കിട്ടിയാൽ ഏറ്റവും നന്നായി കൊണ്ട് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദാ. അദ്ദേഹത്തിനെ കുറിച്ച് പറയാണ് പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് 10 ദിവസങ്ങൾ ആഗതമായാൽ ശക്തമായ രൂപത്തിൽ അദ്ദേഹം പരിശ്രമിക്കുമെന്നാണ്. ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. ഇതിനപ്പുറത്തേക്ക് മൂപ്പർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയല്ലോ, ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തെല്ലോ നന്മകൾ ചെയ്യാൻ പറ്റുമായിരുന്നോ അതൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ്. ഇത് അദ്ദേഹത്തെ കുറിച്ച് മാത്രമുള്ള വർത്താനല്ല, മുൻഗാമികളൊക്കെയും എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ആ പഴുത് ഉപയോഗിച്ച് സ്വർഗത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരായിരുന്നു. സഹോദരങ്ങളെ, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കുന്നവരെ, ഖബറിൽ എന്തെങ്കിലുമൊക്കെ തുണയാകണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുന്നവരെ, ഇതിനേക്കാൾ വലിയ പകലുകൾ നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് റമളാനിൽ ഏറ്റവും നന്നായി കൊണ്ട് ഓടി നടന്ന് നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ക്രമീകരിക്കണം എന്നുള്ളത്. റബ്ബിനോട് തൗഫീഖിന് വേണ്ടി ചോദിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഏതൊരു കാര്യവും നല്ല വെടുപ്പും വൃത്തിക്കും വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ ഒരു പ്ലാനിങ് ആവശ്യമാണ്. അന്നിലാമു അസാസു നജാഹ് എന്നാണ് പറയുന്നത്. ഒരു വ്യവസ്ഥയാണ് ശരിക്ക് ഒരു ജീവിതത്തിന്റെ ഏറ്റവും അടിപ്പറഞ്ഞ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങൾ എന്താ അറിയോ, ഏറ്റവും പോരിശമാക്കപ്പെട്ട സമയം ഈ ദിവസങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് പിശാചിന് കെട്ടിയിടാത്ത ദിവസങ്ങൾ കൂടി ആയതുകൊണ്ട് റമളാൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിശാചിനെ കെട്ടിട്ട് നമുക്ക് ആ ദിവസം തന്നത് ഇതൊന്നുമില്ല കേട്ടോ, ഇതൊന്നുമില്ല. ഇത് നമുക്ക് പോരിശ ഉണ്ട് എന്നാണ് തന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ ലൈഫിലാണുള്ളത്. നമ്മൾ ഇന്നലകളിൽ ഇന്നത്തിന് ഒരു മാറ്റമല്ല. പക്ഷെ ആ ദിവസങ്ങൾക്ക് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളാണ് ആ ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ബോധപൂർവമായ ഒരു പ്ലാനിങ്, നമ്മളെ കുറിച്ച് ആലോചിക്കുക. എന്റെ ഒരു അവസ്ഥക്കനുസരിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് പരമാവധി ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. 10 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും എന്റെ ഓരോ ഏരിയയിലെയും ഗ്രാഫ് നമ്മൾ ഇങ്ങനെ നോക്കുക. നമ്മുടെ ആരാധനകളുടെ ശ്രദ്ധ അതൊരു പോയിന്റാണ്. അതിപ്പോ എവിടെയുള്ള നോക്കുക. ഈ 10 ദിവസം കഴിയുമ്പോൾ എത്തും നമ്മൾ നോക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള എന്റെ ഒരു സാഹചര്യം, ഞാൻ അതിന് കാണിക്കുന്ന ശ്രദ്ധ ഇപ്പോൾ എവിടെ, ഈ 10 ദിവസം കഴിഞ്ഞിട്ട് എവിടെ എന്ന് വരച്ചോളി, എന്നാലും നമുക്ക് മുതലാകും. അതുകൊണ്ട് എന്താ അറിയോ, ഒരു പ്ലാനിങ് ഉണ്ടായിക്കോട്ടെ. അല്ലെ, ഒരു ചെറിയൊരു കല്യാണം നടക്കുമ്പോൾ പോയി നമ്മൾ എത്ര മീറ്റിംഗ് കൂടി വീട്ടിൽ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എ പ്ലാനും ബി പ്ലാനും ഒക്കെ നമ്മൾ വരച്ചില്ലേ. ആരാധനകൾക്കും ആ ഒരു കണിശത ഉണ്ടായിക്കോട്ടെ സുഹൃത്തുക്കൾ. അങ്ങനെ ഒരു ഒരുങ്ങി തയ്യാറായിട്ടുള്ള ഒരു 10 ദിവസമായിരിക്കണം നമുക്ക് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പാപമോചനം കാര്യമായി കൊണ്ട് ചോദിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഏറ്റവും പോരിശയാക്കപ്പെട്ട അവസരം നൽകിയിട്ടും നന്മകൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ അവസരത്തിലും തിന്മകൾ ചെയ്യുന്ന ആളുകൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നന്മകൾ ചെയ്യുന്നതിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത്തരം അവസരം കിട്ടിയിട്ട് നന്മകളിലേക്കൊന്നും നമ്മൾ മനസ്സ് കൊടുക്കാതെ പിന്നെ ആ പഴയ തിന്മകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് റഹ്മാനായ റബ്ബിനെ കൊഞ്ഞലം കുത്തുന്ന ഏർപ്പാടാണ് നമ്മൾ മനസ്സിലാക്കുക.
അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഒരു പക്ഷേ നന്മയ്ക്ക് ഇരട്ടി പ്രതിഫലം നൽകുക മാത്രമല്ല പടച്ചവർക്ക് കഴിയുള്ളൂ, തിന്മകൾക്ക് ഇരട്ടി ശിക്ഷ നൽകാനും കഴിയും. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉലമാ നമ്മളോട് പറയാറുണ്ട്, പണ്ഡിതന്മാർ നമ്മൾക്ക് നസീഹത്ത് നൽകാറുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ നന്മകൾ പരമാവധി ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ തിന്മകൾ ഒന്നുപോലും ചെയ്യാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ദിവസങ്ങളിൽ മാത്രമല്ല, ഈ ദിവസങ്ങൾ വരുമ്പോൾ നമ്മളത് ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നത് മാത്രം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന ഈ അനുകൂല സാഹചര്യത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തി സ്വർഗ്ഗവീതിയിൽ ഉന്നതിയിലെത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് സദഖകളൊക്കെ അധികരിപ്പിക്കേണ്ട ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് വലിയ അവസരം വന്നു നിൽക്കുക, ഒരു സന്തോഷ വാർത്ത എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള BP അങ്ങാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ശിർക്ക് ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നയുടെ നമ്മുടെ കുറച്ച് പ്രവർത്തകന്മാർ അള്ളാഹുവിന്റെ തൗഹീദ് ശരിക്ക് പഠിപ്പിക്കാനും മനസ്സിലാപ്പിക്കാനും വേണ്ടിയിട്ട് അവിടെ ഒരു കൊച്ചു പള്ളി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. 19 സെന്റ് ഭൂമി അവർ വലിയൊരു തുക നൽകി 52 ലക്ഷത്തോളം രൂപ അവിടെയുള്ള പ്രവർത്തകന്മാർ തന്നെ സ്വരൂപിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന എല്ലാവിധ ഖൈറുകളും ആ നാട്ടിൽ പരക്കാനുള്ള ഒരു കേന്ദ്ര ബിന്ദുവായിക്കൊണ്ട് അവിടെ ഒരു പള്ളി ഉയരണം എന്നുള്ളത് അവിടുത്തെ സ്വപ്നമാണ്. സുഹൃത്തുക്കളെ, നമുക്കും കൂടെ ആ നന്മയിൽ പങ്കാളികളാകുവാനുള്ള ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ട്. അവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു കളക്ഷൻ ഇന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് പരിപൂർണ്ണ ബോധമുള്ള ആളുകൾ മാത്രമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊരു പക്ഷെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പ്രദേശത്ത് അവിടെ ഒരു പള്ളി വരുമ്പോൾ അതിലൊരു കട്ട ഒരു ഇഷ്ടിക വാങ്ങാനുള്ള ക്യാഷ് എന്റേത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ചാരിതാർത്ഥ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും നമുക്ക് കഴിയുന്നൊരു വിഹിതം ഇന്ന് പള്ളിക്ക് പുറത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും, നമുക്ക് പുതുമുള്ള കാര്യം നമ്മളെല്ലാവരും അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സജീവമായി കൊണ്ട് അതിൽ ഇടപെടുന്ന ആളുകൾ തന്നെയാണ്. റഹ്മാനായ റബ്ബ് ഒരുപാട് നന്മകളിൽ പങ്കാളികളാകണ തൗഫീഖ് ഇതുവരെ നമുക്ക് നൽകിയിട്ട് ഇനിയും നൽകുമാറാകട്ടെ. വിശേഷ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആ കാര്യം കിട്ടുക എന്ന് പറഞ്ഞ ചില്ലറയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് എന്താണ് കഴിയുക അത് ഇൻഷാ അല്ലാഹ് മാക്സിമത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഉണ്ടാകുന്ന എല്ലാ നന്മകളും ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് പരിപൂർണമായ ബോധമുള്ളവർ മാത്രം നൽകിയാൽ മതി. ഇതൊരു നിർബന്ധമല്ല സുഹൃത്തുക്കളെ, നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നൽകുക. റഹ്മാനായ റബ്ബ് വിശാലമായ ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.